നമസ്കാരം. സഹകാരി PSC യുടെ പുതിയൊരു SCRT സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഓൾറെഡി മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറഞ്ഞ് ഇതേ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ രസതന്ത്രത്തിൽ വരുന്ന അതായത് മാറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിച്ചത്. വിവിധ തരത്തിലുള്ള മാറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ആ ഒരു ഓർഡേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിച്ചത്. ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, പോളിമേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത്. PSC ചോദിക്കാറുള്ളതാണ്, ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക, ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് തന്നെ കടക്കാം. പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് മെറ്റീരിയൽ കെമിസ്ട്രിയെ കുറിച്ചാണ്. എന്താണ് മെറ്റീരിയൽ കെമിസ്ട്രി? വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മെറ്റീരിയൽ കെമിസ്ട്രി അഥവാ പദാർത്ഥ രസതന്ത്രം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മെറ്റീരിയൽ കെമിസ്ട്രി അഥവാ പദാർത്ഥ രസതന്ത്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കുക. മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത് വിവിധ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന് പ്രയോജനകരമായിട്ട് എന്തൊക്കെയാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാറ്റാൻ കഴിയുമോ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഇത് തന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇത് ഏത് ശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ PSC ചോദിക്കാം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കിക്കേ, എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ചായ കുടിക്കാനായിക്കോട്ടെ, ഡെക്കറേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെടികളൊക്കെ അതിൽ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ നമ്മൾ രാവിലെ പുറത്തിറങ്ങുന്നതിന് മുന്നേ നോക്കുന്ന നമ്മുടെ മിറർ, അത് ഗ്ലാസ് ആണ്. അതുപോലെ വിവിധ തരത്തിലാണ് നമ്മൾ ഗ്ലാസ്സുമായിട്ട് ഓരോ ദിവസവും നമ്മൾ സമീപിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുവാണ് ഈ ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ ഈ കാണുന്ന എല്ലാ ഗ്ലാസ്സുകളും ഒരേ വസ്തുക്കൾ കൊണ്ടാണോ നിർമ്മിതമായിട്ടുള്ളത്, അതോ അതിൽ അടങ്ങിയിരിക്കുന്നത് പല പദാർത്ഥങ്ങൾ കൊണ്ടാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ എന്താണ് ഗ്ലാസ്? മണലിൽ അടങ്ങിയ സിലിക്കൺ ഡയോക്സൈഡിനെ ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സോ ഗ്ലാസ് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്? മണലിൽ അടങ്ങിയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡിനെ ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സോ മണലിൽ അടങ്ങിയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് ലോഹ ലവണങ്ങളുമായിട്ട് ഏർപ്പെട്ട് ഉയർന്ന താപനിലയിൽ അവിടെ കൊടുക്കുന്നത് എന്താണ്? ഉയർന്ന താപനിലയാണ്. ആ ഉയർന്ന താപനിലയിൽ ഈ സിലിക്കൺ ഡയോക്സൈഡ് ലോഹ ലവണങ്ങളുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സോ മണലിൽ അടങ്ങിയിട്ടുള്ളതാണ് സിലിക്കൺ ഡയോക്സൈഡ്. ഇത് ലോഹ ലവണങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള ഗ്ലാസുകൾ ഏതൊക്കെയാണ്? ആ ഗ്ലാസ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഈ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത നോക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ SCRT ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളതാണ്. ആദ്യം സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇത് നമ്മൾ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് എവിടെയാണ്? കണ്ണാടി, അതുപോലെ ജനലിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളെയാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിലിക്ക, അതുപോലെ സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് എന്നിവയാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. PSC ചോദിക്കാറുണ്ട്, ഈ ഗ്ലാസിന്റെ പേര് തന്നിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? കണ്ണാടി, അതുപോലെ ജനലുകളിലെ ഗ്ലാസ്സിൽ, ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സിലിക്ക, സോഡിയം ഓക്സൈഡ്, അതുപോലെ കാൽസ്യം ഓക്സൈഡ് ആണ്
സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അതുപോലെ മറ്റൊരു ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ, കാരണം കെമിസ്ട്രി ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പേരൊന്നും ഫെമിലിയർ അല്ലായിരിക്കാം, കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും ഓർക്കണ്ട. നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം വായിക്കുക. ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കലി അത് ഫെമിലിയർ ആവും. പ്രത്യേകിച്ച് നമ്മുടെ 8ാം ക്ലാസ്സിലെ SCRT ആണിത്. അപ്പോൾ എന്തായാലും PSCയുടെ ഭാഗത്ത് നിന്നും ഇതൊക്കെ ചോദിക്കാനായിട്ട് ഉറപ്പായിട്ട് കെമിസ്ട്രി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. നോക്കിക്കേ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്താണ്, എവിടെയാണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്? ലബോറട്ടറികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലബോറട്ടറികളിൽ പലതരത്തിലുള്ള ഗ്ലാസ്സസ് നമ്മൾ എക്സ്പെരിമെന്റ്സിനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അതുപോലെയുള്ള ലബോറട്ടറി ഇക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ ലബോറട്ടറി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ, പാചക പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്? സിലിക്ക ഒരു പ്രധാന ഘടകമാണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിലെ പ്രധാന ഘടകമാണ് സിലിക്ക. അതുപോലെയാണ് B2O3 അതായത് ബോറോൺ ട്രൈ ഓക്സൈഡും Na2O സോഡിയം ഓക്സൈഡും അതുപോലെ അലുമിനിയം ഓക്സൈഡ് എന്നിവയാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ? 1 സിലിക്ക, 2 ബോറോൺ ട്രൈ ഓക്സൈഡ്, പിന്നെ സോഡിയം ഓക്സൈഡ്, അതുപോലെ അലുമിനിയം ഓക്സൈഡ് എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ PSC ചോദിക്കാം, ലബോറട്ടറി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കിക്കേ, ഫ്ലിന്റ് ഗ്ലാസ്. എന്താണ് ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുന്നത്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഫ്ലിന്റ് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടി, അതിലെ ലെൻസ്, അതുപോലെ പ്രിസം ഇങ്ങനെയുള്ളവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ആണ് ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലെൻസ്, അതുപോലെ പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഏത് ഗ്ലാസ്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് നമുക്ക് ഓൾറെഡി SCRT തന്നിട്ടുണ്ട്, സിലിക്ക എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അപ്പം മറ്റ് വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ലെഡ് ഓക്സൈഡ്. എന്താണ് ലെഡ് ഓക്സൈഡ് എന്ന് പറയുന്നത്? ഏതിൽ അടങ്ങിയിട്ടുള്ളതാണ്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഏതൊക്കെ? സിലിക്കയും അതുപോലെ ലെഡ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ 3 ഗ്ലാസുകളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നു. അതെന്തിനൊക്കെയാണ്? കണ്ണാടി, അതുപോലെ നമ്മുടെ ജനലിലുള്ള ഗ്ലാസ്, അതുപോലെ എന്താണ് ബോട്ടിൽസ്, ഇവയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിലിക്ക, സോഡിയം ഓക്സൈഡും അതുപോലെ കാൽസ്യം ഓക്സൈഡ്. ഇനി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പാചക പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സിലിക്ക ഉണ്ട്, അതുപോലെ ബോറോൺ ട്രൈ ഓക്സൈഡ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ്, അതുപോലെ സോഡിയം ഓക്സൈഡ്. ഇത്രയുമാണ് ഏതിൽ അടങ്ങിയിട്ടുള്ളത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഫ്ലിന്റ് ഗ്ലാസ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? സിലിക്ക, ലെഡ് ഓക്സൈഡ് മെയിൻലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ലെൻസും അതുപോലെ പ്രിസവുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് ലബോറട്ടറി ഉപകരണങ്ങളും പാചക പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. ഇനി മറ്റൊരു ചോദ്യമാണ്, എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകം ഏതാണ്? ഇനി ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമാണ്, ഇതിലെല്ലാത്തിലും, അതായത് ഇതെല്ലാം ഗ്ലാസ്സുകളാണ്, പലതരത്തിലുള്ള ഗ്ലാസ്സുകളാണ്, അതിലെ പ്രധാന ഘടകങ്ങളും തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് ഒരു വസ്തു ഈ പറയുന്ന എല്ലാ ഗ്ലാസ്സുകളിലും അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഘടകമായിട്ട് ഈ പറയുന്ന എല്ലാത്തിലും ഒരൊറ്റ ഘടകം മാത്രം കോമൺ ആയിട്ടുള്ളതാണ്. അതേതാണ്? ഈ ഒരു സോഡ ലൈം ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാലും സിലിക്ക ഉണ്ട്, അതുപോലെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ നോക്കിയാലും സിലിക്ക ഉണ്ട്, ഫ്ലിന്റ് ഗ്ലാസ്സിൽ നോക്കിയാലും സിലിക്ക ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം, പ്രധാന പൊതു ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സിലിക്കയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സിലിക്കയാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള പൊതു ഘടകം എന്ന് പറയുന്നത്. ഏതാണ്? സിലിക്കയാണ്. ഇതൊരു ചോദ്യമായിട്ട് വരാം.
SCRT-യിൽ നിന്നും PSCക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിട്ടുള്ള പൊതുഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലിക്കയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി നോക്കിക്കേ, ഈ കാണുന്നത് വിവിധ തരത്തിലുള്ള ബോട്ടിൽസ് ആണല്ലേ, പല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന പ്രധാന ഘടകങ്ങളുടെ ഒപ്പം എന്തൊക്കെ ചേർക്കുമ്പോഴാണ് ഈ വിവിധ തരത്തിലുള്ള നിറങ്ങളിലുള്ള ഗ്ലാസുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്? അതിനും PSC ഇങ്ങനെ ഇതുപോലെ നമുക്കൊരു ടേബിള് തന്നിട്ടുണ്ട്. അതായത് ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറവും അതിൽ ചേർക്കുന്ന രാസവസ്തുവുമായിട്ടാണ് ഈ ഒരു ടേബിൾ തന്നിട്ടുള്ളത്. മഞ്ഞ നിറം ഒരു ഗ്ലാസ്സിന് കിട്ടണമെങ്കിൽ അതിൽ നമ്മൾ ചേർക്കേണ്ട ഒരു രാസവസ്തു എന്താണ്? കാഡ്മിയം സൾഫൈഡ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. PSCക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നിന്ന് പഠിച്ചു പോവുക. മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിന് മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് കാഡ്മിയം സൾഫൈഡ്. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറം. ഇനി റൂബി റെഡ് ആണ് നമുക്ക് ഗ്ലാസ്സിന് ലഭിക്കേണ്ടതെങ്കിൽ എന്ത് രാസവസ്തുവാണ് ചേർക്കുന്നത്? ഗോൾഡ് ക്ലോറൈഡ്. ഗോൾഡ് ക്ലോറൈഡ് ആണ് റൂബി റെഡ് ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തു എന്ന് പറയുന്നത് ഗോൾഡ് ക്ലോറൈഡ് ആണ്. ഇനി ക്രോമിയം ഓക്സൈഡ് എന്ന രാസവസ്തുവാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നിറം എന്തായിരിക്കും? പച്ച നിറത്തിലുള്ള ഗ്ലാസ് ആയിരിക്കും. എന്താണ്? ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് രാസവസ്തു ചേർക്കുമ്പോൾ ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറം പച്ചയാണ്. അതുപോലെ കൊബാൾട്ട് ഓക്സൈഡ്. കൊബാൾട്ട് ഓക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറം എന്താണ്? നീല നിറമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ഒരു SCRT കെമിസ്ട്രി പോർഷനിൽ നിന്ന് ചോദിക്കാൻ കഴിയുന്ന നല്ലൊരു ചോദ്യം തന്നെയാണ്. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറം നൽകുന്നു, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ് നൽകുന്നു, ക്രോമിയം ഓക്സൈഡ് പച്ച നിറം നൽകുന്നു, അതുപോലെ കൊബാൾട്ട് ഓക്സൈഡ് നീല നിറമാണ് നമുക്ക് നൽകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലാസുകളുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചത് നമ്മൾ. ഇനി അടുത്തത് നമുക്ക് മറ്റൊരു സെഷനാണ് വരുന്നത്. പോളിമറുകളെ കുറിച്ചാണ് അടുത്ത നമ്മൾ പഠിക്കുന്നത്. പോളിമറുകൾ എന്താണ്? ഈ പോളിമറുകൾ എന്ന് പറയുന്നത് ചെറിയ തന്മാത്രകൾ, സ്മോൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ വളരെ ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദവും നൽകിക്കൊണ്ട് ഇവരെ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന മറ്റൊരു വലിയ ഹെവി ആയിട്ടുള്ള മോളിക്യൂളിനെയാണ് പോളിമറുകൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മോളിക്യൂൾസ്, അതിനെ മോണോമറുകൾ എന്നാണ് പറയുന്നത്. ഈ ചെറിയ തന്മാത്രകളായ മോണോമറുകളെ ഉയർന്ന താപനിലയും ഉയർന്ന മർദ്ദവും നൽകി ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ തന്മാത്രകളാക്കുന്നു. അതായത് വലിയ പോളിമേഴ്സ് ആക്കുന്നു. വലിയ തന്മാത്രകളെയാണ് നമ്മൾ ആ പോളിമറുകൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ തന്മാത്രകളായ മോണോമറുകളെ ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദവും നൽകി സംയോജിപ്പിച്ചുകൊണ്ട് വലിയ തന്മാത്രകളാക്കുന്നതാണ് പോളിമറുകൾ എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രവർത്തനത്തെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയുണ്ടല്ലോ, പഠന ശാഖയാണ് നമ്മൾ പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ SCRT-യിൽ തന്നെ തന്നിട്ടുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്? ചെറു തന്മാത്രകൾ, ചെറിയ മോളിക്യൂൾസിനെ ഉന്നത മർദ്ദത്തിൽ, ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൊടുത്ത് ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ തന്മാത്രകളാക്കി മാറ്റുന്നു. ചെറിയ ചെറിയ തന്മാത്രകളെ എന്ത് ചെയ്യുകയാണ്? ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട്, കമ്പൈൻ ചെയ്തുകൊണ്ട് വലിയ വലിയ തന്മാത്രകളാക്കിയിട്ട് മാറ്റുവാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ചെറിയ തന്മാത്രകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ചെറു തന്മാത്രകളെയാണ് ഇവരെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ പോളിമേഴ്സ് ആക്കി മാറ്റുന്നത്. ഇതിനുപയോഗിക്കുന്ന ഈ ചെറിയ തന്മാത്രകളെ പറയുന്ന പേരാണ് മോണോമറുകൾ. ഇതിനുപയോഗിക്കുന്ന ചെറു തന്മാത്രകളെ മോണോമറുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകളെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. ആ വലിയ തന്മാത്രകളെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. അപ്പൊ 3 പോയിന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ തന്മാത്രകളായ മോണോമറുകളെ
ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സംയോജിപ്പിച്ചുകൊണ്ട് വലിയ തന്മാത്രകളാക്കി മാറ്റുന്നു. അതിനെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. ഈ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ, PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആദ്യത്തെ കൃത്രിമ പോളിമർ? ആദ്യത്തെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ പോളിമർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാം, നമ്മുടെ SCERT-യിൽ തന്നിട്ടുള്ളതാണ്. ഹെർമൻ സ്റ്റോഡിഞ്ചർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെർമൻ സ്റ്റോഡിഞ്ചർ എന്ന് പറയുന്നത്. പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ്. ഈ പേര് ഇപ്പൊ തന്നെ പഠിക്കുക. ഹെർമൻ സ്റ്റോഡിഞ്ചർ, പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ്. ഇദ്ദേഹമാണ് ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആധുനിക അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പേര് മറക്കണ്ട, ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ് പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് ഒരു പോയിന്റ്സ് പോലും വിട്ടുപോകാനില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. ഇന്ന് ധാരാളം പോളിമർ നിർമ്മിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പൊതുവായി അറിയപ്പെടുന്ന പോളിത്തീൻ, പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് പോളിത്തീൻ, PVC, ഇതെല്ലാം. ഇവയെല്ലാം എന്താണ്? പോളിമറുകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ്. ഈ പോളിമറിന് ഉദാഹരണം പ്ലാസ്റ്റിക് മാത്രമല്ല, റബ്ബർ ഒരു പോളിമറാണ്, അതുപോലെ ഫൈബർ പോളിമറാണ്. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കും. അപ്പൊ ഈ PVC എന്നും പോളിത്തീൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പൊതുവായിട്ട് അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് എന്നാണ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്? പോളിമറുകളാണ്. പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല, മറ്റേതൊക്കെയാണ് പോളിമേഴ്സ്? റബ്ബറും ഫൈബറും എല്ലാം എന്താണ്? പോളിമറുകളാണ്. അപ്പൊ പോളിമേഴ്സിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ, ഇവയെല്ലാം പോളിമേഴ്സ് ആണ്. പോളിമറുകളുടെ തന്മാത്രാ ഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് വൈസിൽ ചോദിക്കാം. പോളിമേഴ്സിന്റെ മോളിക്യൂളിന്റെ ഒരു ഭാരം ഉണ്ടല്ലോ, അതാണ് തന്മാത്രകളുടെ ഭാരം എന്ന് പറയുന്നത്. അത് സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. പോളിമറുകളുടെ തന്മാത്രാ ഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. റബ്ബർ ഒരു പോളിമർ ആണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോളിമറുകളുടെ തന്മാത്രാ ഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ PSC ചോദിക്കാം. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. പോളിമറുകളുടെ തന്മാത്രാ ഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവ വ്യത്യസ്തമായ ഗുണങ്ങളും കാണിക്കുന്നുണ്ട് എന്നത് കൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർക്കുക, പോളിത്തീൻ, PVC എന്നൊക്കെ പൊതുവായിട്ട് പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ഫാമിലിയിൽ അറിയപ്പെടുന്ന ഇവയെല്ലാം പോളിമർ ആണ്. പോളിമേഴ്സിന് ഉദാഹരണം പ്ലാസ്റ്റിക് മാത്രമല്ല, റബ്ബറും ഫൈബറും എല്ലാം എന്ത് തന്നെയാണ്? പോളിമേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, കുറച്ച് ഈ ഒരു ടേബിളിൽ പോളിമറുകളെ പറ്റി തന്നിട്ടുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതയും തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ പോളിമർ ആയിട്ട് തന്നിട്ടുള്ളത് പോളി എത്തിലീൻ ആണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേര് തന്നെയാണ്, പോളി എത്തിലീൻ. ഇതിന്റെ ഒരു സ്വഭാവ സവിശേഷത എങ്ങനെയായിരിക്കും? നിഷ്ക്രിയമായിട്ടുള്ള സ്വഭാവമായിരിക്കും. ഇനേർട്ട് ഫീച്ചർ ആയിരിക്കും ഇതിന്, നിഷ്ക്രിയമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഭക്ഷണപാത്രങ്ങളിലും പാക്കേജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പ്ലാസ്റ്റിക് ആണ് ഇത്, പോളി എത്തിലീൻ അല്ലെങ്കിൽ പോളിമർ എന്ന് പറയുന്നത്. ഒരു തരം പോളിമർ ആണ് പോളി എത്തിലീൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന എവിടേക്കാണ്? ഭക്ഷണപാത്രങ്ങളിലും പാക്കേജിങ്ങിലുമായിരിക്കും. ഇതിന്റെ സ്വഭാവം നിഷ്ക്രിയമായിട്ടുള്ള സ്വഭാവമായിരിക്കും. അതായത് അതിന് സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് സ്വഭാവം ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളതാണ് നിഷ്ക്രിയം എന്ന് പറയുന്നത്. അപ്പൊ നിഷ്ക്രിയ സ്വഭാവമായിരിക്കും പോളി എത്തിലിൻ്റെത്. അത് ഉപയോഗിക്കുന്നത് ഭക്ഷണപാത്രങ്ങളിലും പാക്കേജിങ്ങിലും ആയിരിക്കും. അടുത്ത നോക്കിക്കേ, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ, പോളി ടെട്രോ ഫ്ലൂറ എത്തിലീൻ. ഇത് എവിടെയാണ്? ഇതിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇതിന് താപത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീന്
താപത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്തുണ്ടാക്കാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്? നമ്മളെ പാചകപാത്രമായിട്ടുള്ള നോൺ സ്റ്റിക്ക് ഉണ്ട് അല്ലെ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചക പാത്രങ്ങൾ, എക്സാമ്പിൾ നോൺ സ്റ്റിക്ക് ഭയങ്കര ഉയർന്ന താപനിലയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോളിമറാണ് പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന സ്വഭാവ സവിശേഷത എന്താണ്? അതിന് താപത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ്. അടുത്ത നോക്കിക്കേ, പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് അല്ലെ, PVC പൈപ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണ് PVC? പോളി വിനൈൽ ക്ലോറൈഡ്. അതാണ് PVCയുടെ ഫുൾ നെയിം അല്ലെങ്കിൽ പൂർണ്ണനാമം എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിന്റെ പ്രധാന സ്വഭാവ സവിശേഷത എന്താണ്? ഇതിന് വൈദ്യുതിയെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. വൈദ്യുതിയെ പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ഒരു പോളി വിനൈൽ ക്ലോറൈഡ് ആയിട്ടുള്ള PVCയെ നമ്മൾ കേബിൾസിലും അതുപോലെ പൈപ്പുകളുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് വൈദ്യുതിയെ പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓർക്കുക, ഒരു പോളിമറാണ് PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടും ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതിന് വൈദ്യുതിയെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇത് കേബിളിലും പൈപ്പുകളിലും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു പോളിമറാണ് പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റ് എന്ന് പറയുന്ന PET എന്നറിയപ്പെടുന്ന പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റ്. ഇതിന്റെ പ്രധാന സവിശേഷത വാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ഇതെന്താണ്? വാതകങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് കഴിവുള്ള ഒന്നാണ് പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബോട്ടിലുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റിനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബോട്ടിലുകളുടെ നിർമ്മാണത്തിനാണ്. വാതകങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നായിട്ടുള്ള പോളിമറാണ് പോളി എത്തിലീൻ ടെറിഫ്തലൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വിവിധ തരത്തിലുള്ള പോളിമറും അതിന്റെ സ്വഭാവ സവിശേഷതയും പ്രയോജനങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ, പോളിമറുകൾ പ്രകൃതിയിൽ കാണപ്പെടുന്നവയും മനുഷ്യനിർമ്മിതമായിട്ടുള്ളവയും ഉണ്ട്. ഭൂരിഭാഗം പോളിമറും എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നമ്മുടെ SCERT ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. സെല്ലുലോസ് ഒരു പ്രകൃതിദത്ത പോളിമറിന് ഉദാഹരണമാണ്. അതുപോലെ സ്റ്റാർച്ച് പ്രകൃതിദത്ത പോളിമറാണ്. അതുപോലെ തന്നെ സ്വാഭാവിക റബ്ബർ, ഇതെല്ലാം എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ള പോളിമറുകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നവയാണ്. അതുപോലെയാണ് പ്രോട്ടീൻ, ഇതും ഒരു പ്രകൃതിദത്ത പോളിമറാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പോളിത്തീൻ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമറാണ്. അതുപോലെ നൈലോൺ മനുഷ്യനിർമ്മിതമായ ഒരു പോളിമറാണ് നൈലോൺ എന്ന് പറയുന്നത്. ബേക്കലൈറ്റ് മനുഷ്യനിർമ്മിതമാണ്. PVC മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ കൃത്രിമ റബ്ബറുകളും മനുഷ്യനിർമ്മിതമാണ്. നമ്മൾ ഇവിടെ പഠിച്ചത് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന റബ്ബറാണ് പ്രകൃതിദത്ത പോളിമറുകളിൽ പഠിച്ചത്. എന്നാൽ കൃത്രിമ റബ്ബറുകൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോളിമറുകളാണ്. അപ്പൊ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് മനുഷ്യനിർമ്മിത പോളിമറുകളും അതുപോലെ പ്രകൃതിദത്ത പോളിമറുകളും. നൈലോൺ, പോളിത്തീൻ, ബേക്കലൈറ്റ് എന്നൊക്കെ പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമറുകൾ ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി നോക്കിക്കേ, പ്രകൃതിദത്ത വസ്തുക്കൾക്ക് ഇല്ലാത്ത എന്തെല്ലാം സവിശേഷതകളാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾക്കുള്ളത്? അതായത് പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ അല്ലെ. എന്തുകൊണ്ടാണ് ഇത് പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് സവിശേഷത കൊണ്ടാണ്? ഇതിന് നമുക്ക് രൂപമാറ്റം വരുത്താൻ കഴിയും. എങ്ങനെ വേണമെങ്കിലും ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇഷ്ടമുള്ള നിറം നൽകാം. ഏത് നിറവും ഇതുപോലെ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ് പ്ലാസ്റ്റിക്കുകൾക്ക്. ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ് പ്ലാസ്റ്റിക്കുകൾ. അതൊക്കെ തന്നെയാണ് അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ ടെക്സ്റ്റിൽ വീണ്ടും തന്നിട്ടുള്ളതാണ്. പോളിമറുകളുടെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ
പ്ലാസ്റ്റിക് എന്നും റബ്ബർ, ഫൈബർ എന്നിങ്ങനെ നമുക്ക് തരം തിരിക്കാനായിട്ട് കഴിയും. ഇനി മെയിൻലി പ്ലാസ്റ്റിക്കിനെ നമുക്ക് വീണ്ടും അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതിനെയാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നും പറയുന്നത്. സോ പ്ലാസ്റ്റിക്കിനെ തന്നെ നമുക്ക് വീണ്ടും എങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? പ്ലാസ്റ്റിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോ പ്ലാസ്റ്റിക് എന്നും അതുപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ക്ലിയർ അല്ലേ? എന്താണ് ഈ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? അതായത് നമുക്ക് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെ ഉരുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു രീതിയിലോട്ട് രൂപമാറ്റാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു രൂപത്തിലോട്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്തവയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. മനസ്സിലായോ? തെർമോ പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ നമ്മൾ പിന്നെയും ചൂടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഉരുക്കിയിട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എങ്ങനെയാണ്? അഥവാ തെർമോസൈറ്റുകൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആ പേര് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉരുക്കി മറ്റൊരു രൂപത്തിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസൈറ്റുകളെ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുക ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് എന്താണ്? പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക് കവറുകൾ. ഇവ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്, അതായത് പോളിത്തീൻ. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ്. അതായത് നമ്മൾക്ക് അറിയാം, പ്രഷർ കുക്കറിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും മോൾഡ് ചെയ്ത് മറ്റൊരു രീതിയിലോട്ട് മാറ്റാൻ സാധിക്കില്ല, എത്ര ചൂടാക്കി ഉരുക്കി കഴിഞ്ഞാലും. അപ്പൊ അങ്ങനെയുള്ള കട്ടിയുള്ള വസ്തുക്കളുണ്ട്, അത് തെർമോസെറ്റിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നവയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക് കവറുകൾ തെർമോ പ്ലാസ്റ്റിക്കുകളാണ്, അതായത് നമ്മുടെ പോളിത്തീൻ പോലുള്ളവ. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മുടെ SCRT തന്നിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഇമേജ്. നിങ്ങൾ പ്ലാസ്റ്റിക് മേടിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്ലാസ്റ്റിക് ചെയറൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഇതുപോലെ ഇട്ടിച്ചിട്ടുള്ള ഓരോ പിക്ചേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. PSC മേ ബി ചോദിക്കാം, ഇതുപോലുള്ള പേര് തന്നിട്ട് ഇവയുടെ ഫുൾ നെയിമോ അല്ലെങ്കിൽ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ നോക്കിക്കോ, ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതുപോലെ കാണിച്ചിട്ട് 1 എന്ന് എഴുതിയിരിക്കുന്നത് PET, അതായത് പോളി എത്തിലീൻ ടെറിത്തലൈറ്റ് ആണ്. ഈ ഒരു PET എന്ന് പറയുന്നത് പോളി എത്തിലീൻ ടെറിത്തലൈറ്റ്. നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ട് അതിൽ ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ PET എന്നുള്ളത് എഴുതി അതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് എഴുതി വെക്കുക. PET എന്താണ്? പോളി എത്തിലീൻ ടെറിത്തലൈറ്റ്. അതുപോലെ HDPE ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സാന്ദ്രത കൂടിയ പോളി എത്തിലീൻ ആണ് HDPE എന്നുള്ള ഒരു മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാന്ദ്രത കൂടിയ പോളി എത്തിലീൻ ആണ് HDPE. അതുപോലെ PVC, ഇത് നിങ്ങൾക്ക് അറിയാം അല്ലെ, അതിന്റെ നമ്പർ എത്രയാണ്? 3. പോളി വിനൈൽ ക്ലോറൈഡ് ആണ് PVC എന്ന് പറയുന്നത്. നമ്പർ 3 തന്നിട്ടുള്ള PVC എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്. അതുപോലെ 4 LDPE, സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീൻ ആണ് LDPE. HDPE എന്താണ്? സാന്ദ്രത കൂടിയ പോളി എത്തിലീനും LDPE സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനും. അതുപോലെ 5 തന്നിട്ടുള്ളത് PP, പോളി പ്രൊപ്പിലീൻ ആണ് PP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 5 PP, പോളി പ്രൊപ്പിലീൻ. അതുപോലെ 6 തന്നിട്ടുള്ളത് PS, പോളിസ്റ്റൈറീൻ ആണ് PS തന്നിട്ടുള്ളത്. 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ അല്ലെങ്കിൽ മറ്റുള്ളവ എന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, PET പോളി എത്തിലീൻ ടെറിത്തലൈറ്റ്, HDPE സാന്ദ്രത കൂടിയ പോളി എത്തിലീനും LDPE നമ്പർ 4 സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനുമാണ്. 3 PVC, പോളി വിനൈൽ ക്ലോറൈഡ്.
5 PP പോളിൻ പ്രൊപ്പിലൈൻ, അതുപോലെ എന്താണ് 6 പോളിസ്റ്റൈറീൻ, അതുപോലെ 7 അതർ അല്ലെങ്കിൽ മറ്റുള്ളവ. ക്ലിയർ അല്ലേ? ഇനി പ്ലാസ്റ്റിക് മലിനീകരണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4R കുറിച്ച് നമ്മുടെ SCERT പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 4R എന്ന് പറയുന്ന ഒരു സമീപനത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഈ 4R എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാം. R എന്താണ്? ആദ്യത്തെ R പറയുന്നത് റെഫ്യൂസ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാതിരിക്കുക, അത് സ്വീകരിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള 4R താഴെ തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തവ ഏത് എന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ ഈ 4R എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആദ്യത്തെ R എന്താണ്? റെഫ്യൂസ്, 2 റെഡ്യൂസ്, 3 റീയൂസ്, 4 റീസൈക്കിൾ. ഓർക്കുക, റെഫ്യൂസ്, അതുപോലെ എന്താണ് റെഡ്യൂസ്, പിന്നെ റീയൂസ്, അതുപോലെ റീസൈക്കിൾ എന്നിങ്ങനെയാണ് ഈ 4R സൂചിപ്പിക്കുന്നത്. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പൊ എന്താണ് ഈ റെഡ്യൂസ് എന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് റെഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീയൂസ് എന്താണ്? നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ വീണ്ടും പുനരുപയോഗിക്കുക എന്നതാണ് റീയൂസ്. റീസൈക്കിൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുയോജ്യമായ ഭൗതിക രാസ പ്രക്രിയകളിലൂടെ വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുക അല്ലെങ്കിൽ അതിനെ മാറ്റുക എന്നതാണ് റീസൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സമീപനത്തിലുള്ള 4Rകളാണ്. ഒന്നെന്താണ്? റെഫ്യൂസ്, നമുക്കതിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്, അതാണ് റെഫ്യൂസ്. പിന്നെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതാണ് ഈ 4R എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു പോളിമേഴ്സിന് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി റബ്ബറുകളെ കുറിച്ചാണ്. പോളിമേഴ്സിലെ റബ്ബറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുള്ളത്. അതിന്റെ ഭൗതിക സ്വഭാവം, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ്. സോ എങ്ങനെയാണ് നമുക്ക് റബ്ബർ എന്ന കാറ്റഗറിയിൽ പോളിമേഴ്സിനെ ഉൾപ്പെടുത്താൻ കഴിയുന്നത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പോളിമർ ആണ് സ്വാഭാവിക റബ്ബർ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ. അതായത് ഈ പോളിമേഴ്സിനെ പ്ലാസ്റ്റിക് എന്നുള്ള ഗണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ റബ്ബർ എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇലാസ്തിക സ്വഭാവമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പോളിമർ ഉണ്ട്, അതിനെയാണ് നമ്മൾ റബ്ബർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഇലാസ്തിക സ്വഭാവമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവികമായിട്ട് നാച്ചുറലി നമുക്ക് കിട്ടുന്ന റബ്ബർ. റബ്ബർ മരത്തിൽ നിന്ന് എടുക്കുന്ന റബ്ബർ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ. ആവശ്യകത വർദ്ധിച്ചപ്പോൾ പ്രകൃതിദത്ത റബ്ബർ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആവശ്യം നിറവേറാൻ കഴിയാതെ വന്നപ്പോഴാണ് കൃത്രിമ റബ്ബറുകൾ നിർമ്മിക്കാനായിട്ട് കാരണമായത്. സോ കൃത്രിമ റബ്ബറുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റബ്ബർ നമ്മൾ നാച്ചുറലി കിട്ടുന്ന പ്രകൃതിദത്ത റബ്ബറിനേക്കാളും തേയ്മാനം കുറവാണ് ഏതിന്? കൃത്രിമ റബ്ബറുകൾക്ക്. കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറിനെ അപേക്ഷിച്ച് തേയ്മാനം കുറവാണ്. അതുകൊണ്ടാണ് ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമ റബ്ബറുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ പോളിമർ ആയിട്ടുള്ള റബ്ബറിനെ കുറിച്ചാണ് പറയുന്നത്. ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറുകളെയാണ് റബ്ബർ എന്ന് പറയുന്നത്. കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറിനേക്കാൾ എന്ത് കുറവാണ്? തേയ്മാനം കുറവാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഫൈബറുകൾ. മറ്റൊരു പോളിമർ ആണ് ഫൈബർ. എങ്ങനെയാണ് നമ്മൾ ഫൈബറിനെ പോളിമർ കാറ്റഗറിയിലോട്ട്, പോളിമർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തുന്നത്? ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളെയാണ് നാരുകൾ അഥവാ ഫൈബറുകൾ എന്ന് പറയുന്നത്. സോ ഫൈബർ എന്ന കാറ്റഗറിയിൽ എങ്ങനത്തെ പോളിമേഴ്സ് ആണ് വരുന്നത്? ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് നാരുകൾ അഥവാ ഫൈബറുകൾ എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. വസ്ത്രനിർമ്മാണത്തിന് പുറമെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമുക്കറിയാം ഫൈബേഴ്സ് വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മെയിൻലി. അതല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിദത്ത നാരുകളുടെ ലഭ്യത കുറവും ഗുണങ്ങളിൽ ഉള്ള പരിമിതികളും മറികടക്കാൻ വേണ്ടിയിട്ടാണ് കൃത്രിമ നാരുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നമുക്കെല്ലാം വസ്ത്രങ്ങൾ ലഭ്യമായതിനും വസ്ത്രരംഗത്തെ വൈവിധ്യത്തിനും കാരണം കൃത്രിമ നാരുകളാണ്. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നാര് അല്ലെങ്കിൽ കൃത്രിമ ആർട്ടിഫിഷ്യൽ ഫൈബർ,
ആദ്യമായിട്ട് നിർമ്മിച്ചത്, മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നൈലോൺ ആണ്. അതായത് പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഫൈബേഴ്സിന് പരിമിതികളുണ്ട്, അതിന്റെ ലഭ്യത കുറവുള്ളത് കാരണമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഒരു ഫൈബേഴ്സ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാരാണ് നൈലോൺ എന്ന് പറയുന്നത്. നൈലോൺ ആണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര്. ഒരു പോളിമർ ഫൈബറായി പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം വ്യാസത്തെക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഒരു പോളിമർ ഫൈബറായിട്ട് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാസത്തെക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലാണെങ്കിൽ മാത്രമേ ഒരു പോളിമർ ഫൈബർ എന്നുള്ള ഒരു ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഫൈബേഴ്സ്, റബ്ബേഴ്സ്, അവ എങ്ങനെയാണ് ആ ഒരു പോളിമേഴ്സിനെ റബ്ബർ, ഫൈബർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഈ ഫൈബറുകൾ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട്, കൃത്രിമമായിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളുടെയും സവിശേഷത അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് നമ്മുടെ വായു സഞ്ചാരം? പ്രകൃതിദത്തമായിട്ടുള്ള നാരുകളിലാണെങ്കിൽ വായു സഞ്ചാരം കൂടുതലായിരിക്കും, എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള നാരുകളിലാണെങ്കിൽ കുറവായിരിക്കും അതിൻ്റെ വായു സഞ്ചാരം എന്ന് പറയുന്നത്. അതുപോലെ ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് എങ്ങനെയായിരിക്കും? പ്രകൃതിദത്തമായിട്ടുള്ള നാരുകൾക്ക് ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും, എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതിനാണെങ്കിലോ കുറവായിരിക്കും ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ്. അതുപോലെ ഈടുനിൽപ്പ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പ്രകൃതിദത്ത നാരുകൾ നമുക്ക് നാച്ചുറലി കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഈടുനിൽപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാകുമ്പോൾ ഈടുനിൽപ്പ് കൂടുതലായിരിക്കും. ഇനി ഭാരമാണെങ്കിലോ എങ്ങനെയായിരിക്കും? പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന നാരുകൾക്ക് ഭാരം കൂടുതലായിരിക്കും, മറ്റേതിനാണെങ്കിലോ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാകുമ്പോൾ അതിൻ്റെ ഭാരം കുറവായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നാരുകളുടെ ഉപയോഗങ്ങൾ, നമ്മൾ എവിടേക്കാണ് ഈ ഒരു ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മണ്ണൊലിപ്പ് തടയാനും കൃഷികൾക്കുള്ള വസ്ത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. അതുപോലെ നൈലോൺ നാരുകളാണ് മീൻപിടുത്ത വല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു പോയിന്റ് ആണ്. മീൻപിടുത്ത വല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാര് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നൈലോൺ ആണ്. നൈലോൺ ആണ് ഫിഷിന്റെ നെറ്റ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാര് ഏതാണ്? നൈലോൺ ആണ്. അതുപോലെ വസ്ത്രങ്ങൾ നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഈ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓരോന്നിന്റെയും സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള പോളിമർ ഏതാണ്? നൂലുകളാണ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോളിമർ ഏതാണ്? ഫൈബർ ആണ് അല്ലെ? ഫൈബർ ആണ് നൂലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനമല്ല അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള പോളിമർ. അതുപോലെ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ഏതാണ്? ഇതൊക്കെ നമുക്ക് ഓരോ MCQ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, നിങ്ങൾ പഠിച്ചു തന്നെ വെക്കുക. വിവിധ രൂപത്തിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ആണ് പ്ലാസ്റ്റിക് ആണ് വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ. അതുപോലെ ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ ഏതാണെടാ? ഇലാസ്റ്റിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റബ്ബറാണ് ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചത്? ഗ്ലാസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? വിവിധ തരത്തിലുള്ള ഫ്ലിൻ ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ് എന്നിങ്ങനെ പഠിച്ചു. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അതിനുശേഷം പോളിമേഴ്സിനെ കുറിച്ച് പഠിച്ചു. ചെറിയ തന്മാത്രകളായ മോണോമേഴ്സിനെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സംയോജിപ്പിച്ച് കണ്ട് ഉണ്ടാക്കുന്ന വലിയ തന്മാത്രകളെയാണ് പോളിമറുകൾ എന്ന് പറയുന്നതെന്ന് പഠിച്ചു. ഇതിനെക്കുറിച്ചുള്ള പഠന ശാഖയാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നതെന്ന് പഠിച്ചു. അതുപോലെ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് ഹെർമൻ ഷ്രോഡിഞ്ചർ ആണെന്നുള്ളത് പഠിച്ചു. ഇനി പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണ് പോളിമറിൽ ഉൾപ്പെടുന്നത്? പ്ലാസ്റ്റിക് ഒരു പോളിമർ ആണ്, റബ്ബർ ഒരു പോളിമർ ആണ്,
ഫൈബർ പോളിമർ ആണ് എന്നിവ പഠിച്ചു. പ്ലാസ്റ്റിക്കിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായി തരം തിരിക്കാം, തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും. അതുപോലെ റബ്ബറിനെ എന്ത് സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് റബ്ബർ എന്ന കാറ്റഗറിയിൽ പോളിമേഴ്സിനെ ഉൾപ്പെടുത്തുന്നത്, ഫൈബർ എന്ന കാറ്റഗറിയിൽ എങ്ങനെയാണ് പോളിമറുകൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കി, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിർമ്മിത പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച വസ്തു ഏത്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച വസ്തു ഏതാണ്? ഇരുമ്പ് കത്തി, അലുമിനിയം പാത്രം, ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ്, സ്വർണ്ണാഭരണം. നമുക്കറിയാം, കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ് ആണ്. കാരണം ബാക്കിയുള്ളതെല്ലാം നമുക്ക് നാച്ചുറലി പ്രകൃതിദത്തമായിട്ട് അവൈലബിൾ ആവുന്നതാണ്. എന്നാൽ ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ്, ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. മണൽ സിലിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റ് അതാണ് പഠിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ, തന്നിരിക്കുന്നവയിൽ പോളിമർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ബേക്കലൈറ്റ്, PVC, റബ്ബർ, കോപ്പർ. ഇതിലേതാണ് പോളിമർ അല്ലാത്തത്? നമ്മൾ ബേക്കലൈറ്റും PVCയും റബ്ബറും എല്ലാം പോളിമറിന് ഉദാഹരണമായിട്ട് പഠിച്ചതാണ്. എന്നാൽ കോപ്പർ എന്താണ്? പോളിമർ ആണോ? അല്ല. സോ താഴെ തന്നിരിക്കുന്നവയിൽ പോളിമറിന് ഉദാഹരണം അല്ലാത്തത് കോപ്പർ ആണ്. അടുത്ത ചോദ്യം, ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഏത് ഗ്ലാസ് ഉപയോഗിച്ചാണ് ലബോറട്ടറി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? സോഡ ഗ്ലാസ്, ഫ്ലിൻ ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്. ഇതിൽ ഏതാണ് ലബോറട്ടറി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അടുത്ത ചോദ്യം, ഗ്ലാസിന് നീല നിറം നൽകാൻ ചേർക്കുന്ന ലവണം ഏതാണ്? നമ്മൾ കുറച്ച് രാസവസ്തു പഠിച്ചതാണ്. ആ രാസവസ്തു ഏതൊക്കെ രാസവസ്തു ഉപയോഗിച്ചാണ് ഓരോ നിറങ്ങൾ ഗ്ലാസ്സിന് നൽകുന്നതെന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നീല നിറം നൽകാനാണ് ചോദിച്ചിരിക്കുന്നത്. നീല നിറം നൽകാൻ ചേർക്കുന്ന ലവണം ഏതാണ്? അയൺ ഓക്സൈഡ്, കൊബാൾട്ട് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്. ഇതിൽ നീല നിറം കിട്ടുന്നത് ഏത് രാസവസ്തു ഉപയോഗിക്കുമ്പോഴാണ്? നമുക്കറിയാം കൊബാൾട്ട് അല്ലെ, കൊബാൾട്ട് ഓക്സൈഡ്, കൊബാൾട്ട്. അപ്പൊ B ഉണ്ട്, കൊബാൾട്ട്. അങ്ങനെ ഓർക്കുക, കൊബാൾട്ട് ബ്ലൂ കളർ, കൊബാൾട്ട് ബ്ലൂ എന്നുള്ളത് ഓർക്കുക. കൊബാൾട്ട് ഓക്സൈഡ് ആണ് നീല നിറം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. ഇനി നോൺ സ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? നമുക്കറിയാം നോൺ സ്റ്റിക് കുക്ക്വെയർ. അതിനെന്താണ്? ചൂടിനെ, താപത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ആണ് നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്നത്. പോളിത്തീൻ, പോളിടെട്രാ ഫ്ലൂറോ എത്തിലീൻ, നൈലോൺ. ഇതിലേതാണ് നോൺ സ്റ്റിക് കുക്ക്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചതാണ് അല്ലെ, പോളിടെട്രാ ഫ്ലൂറോ എത്തിലീൻ ആണ് നോൺ സ്റ്റിക് കുക്ക്വെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക, എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിനെ പറ്റി പറയാനുള്ളതെന്ന്. ഇനി വരും ക്ലാസ്സിൽ നമുക്ക് കാണുന്നത് വരേക്കും താങ്ക് യു.